നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ നിർബന്ധമായും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ ഒരു അഭ്യൂഹമോ സോഷ്യൽ മീഡിയയിൽ പ്രചരണമോ അല്ല. സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളും നിലവിലുള്ള നടപടിക്രമങ്ങളും അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. 2026 വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അർഹരായവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പരിശോധനകളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ പരിശോധനകളിൽ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്, ആർക്കൊക്കെയാണ് മസ്റ്ററിംഗ് നിർബന്ധം, മസ്റ്ററിംഗ് ചെയ്യാതെ പോയാൽ എന്താകും, ബയോമെട്രിക് വിരലടയാളം പ്രവർത്തിക്കാത്തവർ എന്ത് ചെയ്യണം, സർക്കാർ അർഹത എങ്ങനെ പരിശോധിക്കുന്നു, പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാൽ എന്തൊക്കെ രേഖകൾ കാണിക്കണം, അതുപോലെ ഇങ്ങനെ ഓരോ സംശയത്തിനും വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ വീഡിയോ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളിലോ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് നിർബന്ധമായും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാം. മസ്റ്ററിംഗ് എന്ന് കേൾക്കുമ്പോൾ പലരും ഭയപ്പെടാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത് വളരെ ലളിതമായ ഒരു നടപടിക്രമമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവനോടെ ഉണ്ടെന്നും അതേ വ്യക്തിക്കാണ് പെൻഷൻ ലഭിക്കുന്നതെന്നും സർക്കാർ ഉറപ്പുവരുത്തുന്ന ബയോമെട്രിക് പരിശോധനയാണ് വാർഷിക മസ്റ്ററിംഗ്. ഇത് നടത്തുന്നതിലൂടെ അനർഹർ പെൻഷൻ വാങ്ങുന്നത് തടയാനും മരണപ്പെട്ടവരുടെ പേരിൽ പെൻഷൻ തുടരുന്നത് ഒഴിവാക്കാനും സാധിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, മസ്റ്ററിംഗ് എന്നത് പുതിയ അപേക്ഷയല്ല, ഇത് പെൻഷൻ പുതുക്കലുമല്ല, ഇത് വെറും ജീവൻ സ്ഥിരീകരിക്കുന്നുള്ള നടപടിയാണ്. വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാൻ ഉപയോഗിച്ച് ഈ പരിശോധന നടത്തുന്നതാണ്. ഓരോ വർഷവും ഒരിക്കൽ ഇത് നിർബന്ധമായും പൂർത്തിയാക്കണം. ഇപ്പോൾ 2026 വാർഷിക മസ്റ്ററിംഗ് ജൂലൈ 17 ആരംഭിച്ചിരിക്കുകയാണ്. അവസാന തീയതി സെപ്റ്റംബർ 30, 2026 വരെയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും അവസാന ദിവസങ്ങളിൽ മാത്രമാണ് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ വലിയ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാകും. അതിനാൽ കഴിയുന്നത്ര വേഗത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് നല്ലതാണ്. അവസാന തീയതി കഴിഞ്ഞാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ തീയതി മറക്കരുത്. സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ മസ്റ്ററിംഗിന് മുൻപ് തന്നെ ലഭിക്കും. സെപ്റ്റംബറിന് ശേഷം മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത ചോദ്യം, മസ്റ്ററിംഗ് എവിടെ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളുടെ വീടിന് സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വളരെ എളുപ്പത്തിൽ മസ്റ്ററിംഗ് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. കയ്യിൽ നിർബന്ധമായും ആധാർ കാർഡ് കൊണ്ടുപോവുക. ചിലപ്പോൾ പെൻഷൻ നമ്പറും ആവശ്യമായി വന്നേക്കാം. അക്ഷയ കേന്ദ്രം ജീവൻ രേഖ സംവിധാനത്തിലൂടെ ബയോമെട്രിക് പരിശോധന നടത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. മുഴുവൻ നടപടികളും സാധാരണയായി കുറച്ച് മിനിറ്റുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫീസ്. സാധാരണ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തുമ്പോൾ ഏകദേശം 30 രൂപയാണ് സേവന നിരക്ക് ഈടാക്കുന്നത്. എന്നാൽ കിടപ്പ് രോഗികൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർ, യാത്ര ചെയ്യാൻ കഴിയാത്തവർ എന്നിവരുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണെങ്കിൽ ഏകദേശം 50 രൂപ വരെ സേവന ചിലവ് ഈടാക്കാം. അതിനാൽ ആരെങ്കിലും അധികമായി തുക ആവശ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാവുന്നതാണ്. ഇനി ആർക്കാണ് നിർബന്ധം എന്നുള്ള കാര്യം നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ജനുവരി 1 ശേഷം ആദ്യമായി ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്ക് ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമല്ല. എന്നാൽ അതിനു മുൻപ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കണം. ഇത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. എനിക്ക് എല്ലാ മാസവും പെൻഷൻ വരുന്നു, അതിനാൽ മസ്റ്ററിംഗ് വേണ്ട എന്ന ധാരണ തെറ്റാണ്. സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും ചെയ്യണം. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബയോമെട്രിക് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. ഇത് മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ്. പ്രായം കൂടുമ്പോൾ വിരലടയാളം വ്യക്തമായി ലഭിക്കാതെ വരാം. കൃഷി ജോലികൾ ചെയ്യുന്നവർക്കും വിരലടയാളം മായാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. ആദ്യം ഒന്നിലധികം തവണ വിരലടയാളം പരിശോധിക്കും. അതും സാധിക്കാത്ത പക്ഷം ഐറിസ് സ്കാൻ പരീക്ഷിക്കാം. അതുപോലും സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം പ്രത്യേക ഫോം നൽകും. ഈ ഫോം സർക്കാർ അംഗീകൃത ഡോക്ടറെ കൊണ്ട് പൂരിപ്പിക്കണം. തുടർന്ന് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിൽ സമർപ്പിക്കണം.
അതിനുശേഷം ബന്ധപ്പെട്ട അധികാരികൾ തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് സർക്കാർ അർഹത പരിശോധിക്കുന്നത് ശക്തമാക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പെൻഷൻ വാങ്ങുന്നത്. സർക്കാർ ചിലവഴിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ഈ തുക യഥാർത്ഥത്തിൽ അർഹരായവർക്കാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് വിവിധ വകുപ്പുകളിലെ വിവരങ്ങൾ തമ്മിൽ പരിശോധിച്ച് അനർഹരെ കണ്ടെത്താനുള്ള നടപടികൾ നടക്കുന്നത്. ഇത് എല്ലാ ഗുണഭോക്താക്കളെയും സംശയിക്കുന്ന നടപടിയല്ല, മറിച്ച് അർഹർക്ക് തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള പരിശോധനയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, സർക്കാർ പരിശോധിക്കുന്ന പ്രധാന വിവരങ്ങളിൽ ഒന്നാണ് വീടിന്റെ വിസ്തീർണം. വളരെ വലിയ വീടുകളും ഉയർന്ന സാമ്പത്തിക നിലവാരം സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അർഹത വീണ്ടും പരിശോധിക്കപ്പെടാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വീടിന്റെ വലിപ്പം മാത്രം നോക്കി ഒരാളുടെ പെൻഷൻ ഉടൻ റദ്ദാക്കില്ല. നിലവിലുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ, രേഖകൾ, ഫീൽഡ് പരിശോധന എന്നിവയെല്ലാം പരിഗണിച്ച ശേഷമാണ് തീരുമാനമുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, വീട്ടിലെ സൗകര്യങ്ങളും ചിലപ്പോൾ പരിശോധനയുടെ ഭാഗമായി പരിഗണിക്കും. ഉദാഹരണത്തിന് എയർ കണ്ടീഷണർ, ആഡംബര ഇന്റീരിയർ, വില കൂടിയ നിർമ്മാണ രീതി, ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾ, ഇവ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള സൂചനകളായി സർക്കാർ പരിശോധിക്കാം. എന്നാൽ ഇതൊന്നു മാത്രം അടിസ്ഥാനമാക്കി തീരുമാനിക്കണമെന്നില്ല. മറ്റു രേഖകളും കൂടി പരിശോധിച്ച ശേഷമാണ് അന്തിമ തീരുമാനം. മൂന്നാമത്തെ കാര്യം, ഗുണഭോക്താവിന്റെ പേരിലുള്ള ഭൂമിയുടെ വിസ്തീർണം പരിശോധിക്കാം. റവന്യൂ രേഖകൾ, ഭൂനികുതി രേഖകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പരിശോധിക്കപ്പെടാം. അപേക്ഷ നൽകിയപ്പോൾ നൽകിയ വിവരങ്ങളും നിലവിലെ വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ വിശദീകരണം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, വാഹന ഉടമസ്ഥത. സ്വകാര്യ കാർ, ജീപ്പ് തുടങ്ങിയ 4 ചക്ര വാഹനങ്ങളുടെ ഉടമസ്ഥതയും ചില സാഹചര്യങ്ങളിൽ പരിശോധിക്കാം. മോട്ടോർ വാഹന വകുപ്പ് രേഖകളും മറ്റ് സർക്കാർ ഡാറ്റാബേസുകളും ഇതിനായി ഉപയോഗിക്കാം. വാഹനമുള്ളത് കൊണ്ട് മാത്രം എല്ലാവരുടെയും പെൻഷൻ റദ്ദാക്കുമെന്ന് കരുതണ്ട. 1000 cc മുകളിലുള്ളതാണ് പ്രശ്നം. അതുപോലെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അർഹതാ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പരിശോധനയും. ഇനി അഞ്ചാമത്തെ, കുടുംബ വാർഷിക വരുമാനം. വാർഷിക വരുമാനവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. വരുമാന സർട്ടിഫിക്കറ്റിൽ നൽകിയ വിവരങ്ങൾ യഥാർത്ഥത്തിൽ അവസ്ഥയുമായി പൊരുത്തപ്പെടണം. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പ്രശ്നമാകാം. അതിനാൽ എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യമാണ്, തെറ്റായ വിവരങ്ങൾ നൽകിയാൽ വളരെയധികം പ്രശ്നമുണ്ടാകും. പെൻഷൻ ലഭിക്കാൻ വ്യാജ വിവരങ്ങൾ നൽകിയാൽ എന്ന് തെളിഞ്ഞാൽ പെൻഷൻ റദ്ദാക്കാം, അനർഹരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താം, സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കാം. ചില സാഹചര്യങ്ങളിൽ പെൻഷൻ തുക അടയ്ക്കേണ്ടി വരാം, തിരിച്ചടയ്ക്കേണ്ടി വരേണ്ട സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തെറ്റായ വിവരങ്ങൾ നൽകരുത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയം, സർക്കാർ ഇത്രയും വിവരങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. ഇന്ന് മിക്ക സർക്കാർ വകുപ്പുകളും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആധാർ വിവരങ്ങൾ, റേഷൻ കാർഡ് വിവരങ്ങൾ, റവന്യൂ രേഖകൾ, വാഹന രജിസ്ട്രേഷൻ, മറ്റ് സർക്കാർ ഡാറ്റാബേസുകൾ എന്നിവ നിയമാനുസൃതമായി പരിശോധിച്ച് വിവരങ്ങൾ തമ്മിൽ ഒത്തുനോക്കുമ്പോൾ അവർക്കിത് അറിയാൻ സാധിക്കും. അതിനാൽ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. ചില പ്രദേശങ്ങളിൽ ഫീൽഡ് പരിശോധനയും ഉണ്ടായേക്കാം. മാസ്റ്ററിംഗിന് ശേഷം അത് പ്രധാനമായും ചിലപ്പോൾ കൂടുതൽ ശക്തമായിട്ടുണ്ടാവാം. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കാണിച്ചാൽ മതി. അവരോട് സഹകരിക്കുക. തെറ്റായ വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കരുത്. സത്യസന്ധമായ വിവരങ്ങൾ നൽകുക. അതുപോലെ തന്നെ സാധാരണയായി തയ്യാറാക്കി വെക്കാവുന്ന രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, പെൻഷൻ രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമി രേഖകൾ, മറ്റ് സർക്കാർ രേഖകളാണ് പ്രത്യേകമായി അവർ ചോദിക്കുന്നതും. ഇനി അടുത്ത കാര്യമാണ്, നിങ്ങളുടെ പെൻഷൻ നമ്പർ ഉപയോഗിച്ച് ഔദ്യോഗിക സർക്കാർ സേവനങ്ങളിലൂടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കാം. പെൻഷൻ വിതരണം നടന്നോ, നിലവിലെ അർഹത എന്താണ്, അപേക്ഷകരുടെ സ്ഥിതി എന്താണ്, മറ്റു വിവരങ്ങൾ എന്താണെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംശയമുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെടുക. അപ്പോൾ സുഹൃത്തുക്കളെ, 2026 വാർഷിക മസ്റ്ററിംഗ് എല്ലാ അർഹരായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട ഇത് വളരെ അധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ സർക്കാർ നടത്തുന്ന അർഹതാ പരിശോധന ഇതിനുശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.